പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനെ, നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. ദാഹത്തോടെ കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ. എല്ലാവരും ചേർന്ന് ചോദിച്ചേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാ, നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാ, നിറയുവാൻ നിൻ ജനങ്ങൾ. ദാഹത്തോടെ നൽകണേ. കരങ്ങളെ യാചനാപൂർവം പിടിച്ച കേൾക്കണേ എൻ പ്രാർത്ഥന, പാപവും രോഗവും അകറ്റിടുമാ രുധിരത്തിനത്ഭുത ശക്തിയെന്ന് അറിയുവാനിവിടെ വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ തുറക്കണം. അറിയുവാനിവിടെ വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ. കരങ്ങളെ യാചനാപൂർവം പിടിച്ചുകൊണ്ട് കേൾക്കണേ നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ. പാപവും രോഗവും അകറ്റിടുമാ. പാപവും രോഗവും അകറ്റിടുമാ രുധിരത്തിനത്ഭുത ശക്തിയെന്ന് അറിയുവാനിവിടെ വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ തുറക്കണമേ. അറിയുവാനിവിടെ വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന. ദാഹത്തോടെ സ്വരമുയർത്തി തമ്പുരാന്റെ മുമ്പിൽ യാചിക്കാം, മനുഷ്യരുടെ മുമ്പിലല്ല. കർത്താവേ, നിന്റെ വലിയ കൃപയും അനുഗ്രഹവും ഈ കുടുംബത്തിൽ ഒഴുകി ഇറങ്ങട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ശക്തി വെളിപ്പെടട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ വെളിപ്പെടലുകള് ഈ ഭവനത്തില്, ഈ കുടുംബാംഗങ്ങളില്, ഈ കൂട്ടായ്മയില് വെളിപ്പെടട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കേൾക്കണേ എൻ പ്രാർത്ഥന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഈരടി കൂടെ ഒരിക്കൽ കൂടെ ഒന്ന് പാടാം. വചനമെൻ ആത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ, നിറയുവാൻ നിൻ ജനം. ദാഹത്തോടെ പകരുക ആത്മാവിൻ തിരുശക്തിയാൽ. ഈശോയെ, കേൾക്കണേ എൻ പ്രാർത്ഥന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ. ഒരിക്കൽ കൂടെ ദാഹത്തോടെ കേൾക്കണേ
പാപവും രോഗവും അകറ്റിടുമാ. പാപവും രോഗവും അകറ്റിടുമാ. രുധിരത്തിൻ അത്ഭുത ശക്തി എന്ന് ഈശോയുടെ രക്തം പൊതിയട്ടെ. ഇവിടെ വിശ്വാസത്തിന്റെ ഇവിടെ വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ തുറക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് സ്തുതിക്കാം. കർത്താവിന്റെ വലിയ കരുണയും കൃപയും ഈ കൂട്ടായ്മയിൽ, ഈ സമൂഹത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, നിന്റെ സ്വർഗീയ ശക്തി, നിന്റെ സ്വർഗീയമായ വിടുതല് കർത്താവെ എല്ലാ മക്കളിലും, എല്ലാ കുഞ്ഞുങ്ങളിലും, എല്ലാ മാതാപിതാക്കളിലും, എല്ലാ സഹോദരങ്ങളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ 5ാമത്തെ പ്രകാശത്തിന്റെ ദിവ്യരഹസ്യം ധ്യാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് 5ാമത്തെ പ്രകാശത്തിന്റെ ദിവ്യരഹസ്യം? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം മനപ്പാടമാക്കിയത് ഒന്നാണ്. എന്താണത്? ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ കാര്യം ഈശോ ചെയ്യുന്നതിന് മുമ്പ് ഈശോ ഒരു ചെറിയ കാര്യം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യോഹന്നാൻ 10-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഈശോ വന്നത് എനിക്കും നിങ്ങൾക്കും ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടില്ലേ? കാറ്റ് പോയ ടയറ് പോലെ ചിലര് ഇല്ലേ? ചിലർ ഓവർ കാറ്റ് കയറിയതാണോ, ചിലര് കാറ്റ് കൂടിയിട്ടാണ്, ചിലർ കാറ്റ് കുറഞ്ഞു പോയിട്ടാണോ. മൊത്തത്തില് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമല്ലേ? പ്രഷർ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അതിനൊരു അളവുണ്ട്. എന്നാൽ ഈശോ പറയാണ്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ ധ്യാനിച്ച ഒരു വചനം ഒന്നുകൂടെ ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. 1-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം തിരുവചനം. അവിടെ ദൈവമായ കർത്താവ് അവരെ അനുഗ്രഹിച്ചുകൊണ്ട്, അതായത് മനുഷ്യരെ അനുഗ്രഹിച്ചുകൊണ്ട് തന്റെ ആദ്യത്തെ അനുഗ്രഹം ദൈവം പറയാണ്. എന്താണ് പറഞ്ഞത്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഹല്ലേലൂയ. സന്താന പുഷ്ടിയുള്ളവരായി പെറ്റുപെരുകാനാണ് ദൈവം അനുഗ്രഹമായിട്ട് തരുന്നത്. എന്നിട്ട് പറയാണ്, എന്നിട്ട് നിങ്ങൾ ഭൂമിയെ കീഴടക്കുവിൻ. സന്താന പുഷ്ടിയുള്ളവരായി തീർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദവും തനിച്ചിരുന്നിരുന്നെങ്കിൽ ഒരിക്കലും അവർക്ക് ഭൂമിയെ കീഴടക്കാൻ സാധ്യമാകുമായിരുന്നില്ല. എന്നാൽ അവരെ സാത്താൻ കീഴടക്കി. സാത്താൻ അവരെ കീഴടക്കി കഴിഞ്ഞപ്പോൾ ഭൂമിയും ഭൂമിയിലുള്ള സകലതും അവൻ്റെതായി മാറി. ഇന്ന് നമ്മൾ തിരിച്ച ആ അധികാരം വീണ്ടെടുക്കണമെങ്കിൽ എത്രയോ അധികമായി നമ്മിൽ ജീവൻ ഉണ്ടാകണം. നമ്മൾ തിരിച്ചറിയണം. ഇത് വളരെ സാന്ദർഭികമായിട്ട് കൂടെ പറയാൻ ദൈവം ഇടവരികയാണ്. കാരണം ഈ കാലഘട്ടത്തില് ജീവന്റെ സുവിശേഷം തമസ്കരിക്കപ്പെടുകയാണ്. ആർക്കും ജീവന്റെ സുവിശേഷം അറിയണ്ട, ആർക്കും അതിനോട് താല്പര്യമില്ല. എന്താണ് ഈ ജീവന്റെ സുവിശേഷം? ജീവൻ ഉണ്ടാകുക, ജീവൻ നൽകുക, ജീവൻ പകുത്തു കൊടുക്കുക എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഈശോ പറയാണ്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അവൻ പരിശുദ്ധ കുർബാനയായി മാറിയത് ആ ജീവൻ നമ്മളിലേക്ക് പകരാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന ജീവന്റെ അടയാളമാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, 2000 നമ്മുടെ കൂട്ടായ്മയില് 2001 പരിശുദ്ധ കുർബാനയുടെ ഒരു അത്ഭുതം ഉണ്ടായി. ആ അത്ഭുതം ഇപ്രകാരമായിരുന്നു. ഞങ്ങള് കൂട്ടായ്മയിലേക്ക് പരിശുദ്ധ കുർബാന അറാംകോയിലെ വൈദികരിൽ നിന്നാണ് വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. അവിടെ പരിശുദ്ധ കുർബാന ഞങ്ങൾ പോയി വാങ്ങി കൊണ്ടുവരുമ്പോൾ ഒരു ചില്ല് പാത്രത്തിലാണ്. ആരാധനയുടെ സമയം
ഞങ്ങളെല്ലാവരും നോക്കി നിൽക്കേ പരിശുദ്ധ കുർബാന ഇരിക്കുന്ന പാത്രം, ചില്ലുപാത്രം തുറന്ന് കുർബാന സ്വീകരണ സമയമായപ്പോൾ ആ കുർബാനയിൽ എല്ലാം, കൊണ്ടുവന്ന പരിശുദ്ധ കുർബാനയിൽ നിന്നെല്ലാം രക്തത്തുള്ളികൾ കിനിയാൻ തുടങ്ങി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ രക്തത്തുള്ളികൾ വിയർക്കാൻ തുടങ്ങി. തിരുവോസ്തിയിൽ രക്തത്തുള്ളികൾ കാണാൻ തുടങ്ങി. അപ്പോൾ അന്ന് കുർബാനയുടെ സ്വീകരണ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി ഞാനായിരുന്നു. ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. ആർക്കും കുർബാന സ്വീകരിക്കാൻ മനസ്സ് വരുന്നില്ല. എല്ലാവർക്കും ഭയമായി. കാരണം ഈ രക്തപ്പാടോടുകൂടെ തൂവള്ള ഓസ്തിയില ഈ രക്തത്തുള്ളികൾ കണ്ടുകൊണ്ട് ഒരു ഓസ്തിയിലല്ല, കൊണ്ടുവന്ന 100 ഓസ്തിയിലും ഈ തിരുവോസ്തിയിലും മുഴുവനും ഈ രക്തപ്പാടുകൾ ഉണ്ടായിരുന്നു. പാടുകളല്ല, ശരിക്കും രക്തത്തുള്ളികൾ. ഓരോ തിരുവോസ്തിയിൽ നിന്നും 3, 4, 5 തുള്ളികൾ വീതം രക്തം കിനിഞ്ഞു വരുന്നത് ഞങ്ങൾ കണ്ടു. അന്ന് കാണുമ്പോൾ ഞാനുണ്ട്, മാത്യു കുര്യനുണ്ട്, അച്ചുകുഞ്ചായനുണ്ട്, തങ്കച്ചായനുണ്ട്, മേരിക്കുട്ടി അമ്മച്ചിയുണ്ട്. അന്ന് കൂട്ടായ്മയിൽ 10, 100, 150 പേര് വരുന്നവരെല്ലാവരും ഇത് കണ്ടു. അന്ന് കുർബാന സ്വീകരണ ശുശ്രൂഷ നടത്താൻ പറ്റിയില്ല. ഞങ്ങൾ അച്ഛന് ഇത് കൊണ്ടുപോയി ആറാംകുല വൈദികൻ, അന്ന് പോളച്ചനാണ്, അപ്കേക്കിലുള്ള പോളച്ചനാണ്. 2 പോളച്ചൻ വരാൻ ശേഷം മറ്റൊരു പോളച്ചൻ വന്നു. അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്ന് പോളച്ചൻ ഇത് കൊടുത്തു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾ 3-4 പേര് എന്നിട്ട് അച്ഛന് പരിശുദ്ധ കുർബാന തിരികെ കൊടുത്തു. കാരണം ഇതിൽ ഈ രക്തക്കറ കണ്ടപ്പോ, ഈ രക്തപ്പാടുകൾ കണ്ടപ്പോ ഞങ്ങൾക്ക് പേടിയായി. ഇത് അന്ന് കൈയും കാലമൊക്കെ ഇറക്കുകയായിരുന്നു. അത് ഞങ്ങള് 3-4 ഈ കോർപ്പറൽ എന്ന് പറയും തുണിയൊക്കെ ഇട്ട്, വെള്ള തുണികൾ ഇട്ട് പൊതിഞ്ഞാണ് ഞങ്ങളിത് കൊണ്ടുപോകുന്നത്. ആർക്കും അത് പിടിക്കും. എല്ലാവരും പറയും ജെൻസം പിടിച്ചാൽ മതി. എല്ലാവർക്കും പേടിയാ. അപ്പൊ ഞാൻ മാത്രമല്ല, അന്ന് യൂക്രസ്റ്റിക് മിനിസ്റ്റർ, അന്ന് തോമസ് ചായനുണ്ട്. അത് ഞങ്ങള് പരിശുദ്ധ കുർബാന തിരികെ കൊണ്ടുവന്ന് അച്ഛനും കൊടുത്തപ്പോൾ അച്ഛൻ ഓടിച്ചു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനിത് തന്നത് കുർബാന സ്വീകരിക്കാൻ വേണ്ടിയാണ്. I don't want to know anything about it. You have to receive it. അങ്ങനെ പരിശുദ്ധ കുർബാന വീണ്ടും ഞങ്ങളെ തിരികെ തന്നു. അങ്ങനെ ഞങ്ങള് കുർബാനയായിട്ട് തിരിച്ച് പള്ളിയിലേക്ക് വന്നു. നമുക്ക് പള്ളിയൊന്നുമില്ല, നമ്മുടെ വീടാണ് നമ്മുടെ പള്ളി. അവിടെ കൊണ്ടുവന്ന് വെച്ചു. ആൾക്കാരൊക്കെ ഇത് കാണാൻ വരും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും കുർബാന സ്വീകരണ ശുശ്രൂഷയുടെ ദിവസം വന്നു. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ പള്ളി നിറച്ച ആള്, മുകളിലത്തെ നിലയിലെ ആള്, പടിമേലെ ആള്, അപ്പുറത്തെ വീട്ടിലെ ആള്, മുഴുവനും ആ വീട് നിറച്ചും ആളുകൾ തിങ്ങിക്കൂടിയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഈ പരിശുദ്ധ കുർബാന എല്ലാവർക്കും കൊടുക്കണം എങ്കിൽ ഇത് തികയില്ല. 100-300ഓളം പേരുണ്ട് അന്ന് സ്വീകരിക്കാൻ. അന്ന് കൂട്ടായ്മയുടെ, അന്നത്തെ KCCFK കൂട്ടായ്മയുടെ ലീഡർ ജോണച്ചായൻ, സൈമണച്ചായൻ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഇവരോട് പറഞ്ഞു, അവരും യൂക്രസ്റ്റിക് മിനിസ്റ്റേഴ്സ് ആണ്. ഈ സൈമൺ ചായൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്. സൈമൺ ചായൻ ഇപ്പോഴും KCCFK കൂട്ടായ്മയുടെ നേതാവാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇത് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവർക്കുമായിട്ട് കൊടുത്തു. ആർക്കും ഈ തിരുവോസ്തി മുറിക്കേണ്ടി വന്നില്ല, ഒടിക്കേണ്ടി വന്നില്ല. ഈ തിരുവോസ്തി അവിടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടും ഈ 100-300ഓളം പേര് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടും 7ഓളം തിരുവോസ്തി തിരികെ വന്നു. ബാക്കി വന്നു മുഴുവനെ തിരികെ വന്നു. ഈ തിരുവോസ്തി ഞങ്ങളൊരു പാത്രത്തിലിട്ട് വെച്ചു. ഒരു ചെറിയ പിക്സ് എന്ന് പറയും, ഒരു ചെറിയ പിക്സിലിട്ട് വെച്ചു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എനിക്കിതൊന്ന് ഫോട്ടോ എടുക്കണമെന്ന് തോന്നി. ഞാൻ തങ്കച്ചായനോട് പറഞ്ഞു. തങ്കച്ചായൻ ക്യാമറ ആയിട്ട് വന്നു. തങ്കച്ചായൻ ഗ്രീസിച്ചൊക്കെ എന്നവിടെ തന്നെ താമസിക്കുന്നത്. തങ്കച്ചായൻ ഇന്ന് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ തങ്കച്ചായൻ അതിൻ്റെ ഫോട്ടോ എടുത്തു. അന്നൊക്കെ ഫിലിം ഇട്ടിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ക്യാമറയിൽ ഫിലിം ഇട്ട് ഫോട്ടോ എടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗ്രേസി ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഫോട്ടോ ഒക്കെ വാഷ് ചെയ്ത് കിട്ടി, പക്ഷേ ഈ ഫോട്ടോയിൽ ഒരു അത്ഭുതം. അതായത് ഈ പിക്സ് തുറന്നു വെച്ച് ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ, ആ ഫോട്ടോസ് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ഈ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞ് അത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു ചിത്രത്തിൽ ഈ പാത്രം പിക്സിൽ ഇരുന്ന പൊടി, തിരുവോസ്തിയുടെ പൊടി, ഈശോ തന്നെയാണത്. പൊടിഞ്ഞു കിടന്ന തിരുവോസ്തിയുടെ ഭാഗം, അത് അതിനൊരു രൂപാന്തരീകരണം സംഭവിക്കുന്ന 3-4 ഫോട്ടോസിലെ വ്യത്യാസം. ഒരു രക്തക്കറ പോലെ, വീണ്ടും രക്തക്കറ പോലെ. മൂന്നാമത്തതാണ് ഞങ്ങളെ ഏറ്റവും
ഇരിപ്പിച്ചേരാം. എന്നാൽ കണ്ണുകൊണ്ട് കാണണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഞാനത് ഫോട്ടോസ് ഞാൻ പിന്നീട് കാണിച്ചു തരാം. വീണ്ടും കാണുന്ന ചിത്രം എന്നാണെന്നറിയോ? ഒരു അമ്മയുടെ ഉദരത്തിലിരിക്കുന്ന ഒരു ശിശു, ഗർഭസ്ഥ ശിശുവിനെ പോലെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന, തലയും കൈയും കണ്ണും മൂക്കുമൊക്കെയുള്ള ഒരു ചിത്രം. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കയറി ക്യാമറ വെച്ച് ഫോട്ടോ എടുത്താൽ എങ്ങനെ കിട്ടുമോ അതുപോലെ ഒരു ചിത്രം. അത് എന്തിനു വന്ന പരിണാമം എന്നറിയാവോ? ഈ പൊടി ഇരുന്ന പിക്സിലെ ചിത്രമാണത്. തിരുവോസ്തി അടുത്ത അരികിൽ പാത്രത്തിൽ ഇരിപ്പുണ്ട്. പക്ഷെ ഈ പൊടി കിടന്നിരുന്ന പിക്സ് സൈഡിൽ വെച്ചിട്ട് തിരുവോസ്തി എടുത്ത് നിരത്തി വെച്ചിട്ട് ഫോട്ടോ എടുത്തത്. പക്ഷെ അരികിലിരുന്ന ആ പിക്സിലെ പൊടിയിൽ പോലും ഈശോ വെളിപ്പെടുത്തുകയായിരുന്നു പരിശുദ്ധ കുർബാനയാകുന്ന പൊടിയിൽ പോലും സമ്പൂർണമായ ജീവൻ തുടിക്കുന്ന ഈശോമിശിഹായുടെ സാന്നിധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ. ഒരു ആദ്യത്തെ ചിത്രത്തിൽ ഒരു പൊടിക്ക് രക്തക്കറ, രണ്ടാമത്തേല് അതുകൂടെ ഒരു 40-50% ആയിട്ട് വർദ്ധിച്ചു. മൂന്നാമത്തേലും നാലാമത്തേലും കാണുന്നത് ഈ പരിണാമം സംഭവിച്ച ആ ഭാഗം ഒരു മാംസപിണ്ഡം പോലെ അതിൻ്റെ ഉള്ളിൽ ആ രക്തക്കറയിൽ ഈശോ, ആ ഗർഭസ്ഥാവസ്ഥയിലുള്ള ഈശോയുടെ രൂപമാണ് ഞങ്ങൾ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാനിത് ഇവിടെ പറയാൻ വേണ്ടി വന്നു നിന്നല്ല, പക്ഷെ കർത്താവ് എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ സമയമൊക്കെ അടുത്തായെന്ന് തോന്നുന്നു. പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രായമാകുമ്പോഴുണ്ട് അല്ലേ. പണ്ടത്തെ ഇത് 2001 2002 സംഭവിച്ച കാര്യമാണ്. അമ്മ ഭവനത്തിൽ സംഭവിച്ച കാര്യമാണ്. പ്രിയപ്പെട്ട സെപ്റ്റംബർ മാസം ഇതുപോലെ ഒരുപാടേറെ പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാനിപ്പോ ഇന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ ഈ ചിത്രത്തിൽ നിന്ന് മാതാവിന്റെ തേൻ വന്നു. എത്ര പേര് വിശ്വസിക്കും? എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും? എല്ലാവരും ഇതിനെ വ്യാജമാണ്. ഞാനതുകൊണ്ട് വലിയ ഇത് കൊടുക്കത്തില്ല, എംഫസിസ് കൊടുക്കാറില്ല. കാരണം ഇത് ദൈവത്തിന്റെ ദൈവമാണെങ്കിൽ അതിന് എന്തോ ഒരു പദ്ധതിയുണ്ട്, അത് വളർന്നു വരും. പ്രൈസ് ദി ലോർഡ്. ആർക്കും അതിനെ തല്ലിക്കൊഴിച്ച് കളയാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഈശോയെ നന്ദി. അപ്പോൾ ജീവന്റെ സുവിശേഷമാണ് ക്രിസ്തു പഠിപ്പിക്കുന്ന സുവിശേഷം. നമ്മൾ എവിടെ പോയാലും എവിടെ ആയാലും അവിടെയൊക്കെ ജീവൻ പകരണം. നമ്മൾ പോയാൽ ആർക്കെങ്കിലും ജീവൻ ഉണ്ടാവുമോ പോവോ? ഉള്ള ജീവൻ കൂടെ എടുത്തിട്ട് വരും അല്ലേ? ജീവൻ കൊടുക്കുന്നവരായി മാറണം. നിങ്ങൾ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർ സൗഖ്യം പ്രാപിക്കും അല്ലേ? ഒടിഞ്ഞതൊക്കെ കൂടിച്ചേരണം. ഇത് കൂടിച്ചേർന്നിരിക്കുന്നത് പോലും ഒടിയുന്ന അവസ്ഥയിലാണ്. നമ്മുടെ സാന്നിധ്യം എപ്പോഴും എല്ലാവർക്കും ആനന്ദം നൽകുന്നതാണ്. നമ്മളെ നൊമ്പരപ്പെടുത്തുമായിരിക്കും കേട്ടോ ആൾക്കാര്. മറ്റുള്ളവരെ നമ്മളെ വിഷമിപ്പിക്കും. ഞാൻ ഈശോയോട് ചോദിക്കും, ഈശോയെ എന്നാ ചെയ്യണം? ഈശോ പറയും, മുറിയപ്പെടുമ്പോഴാണ് കുഞ്ഞെ നിന്നിന്ന് കൂടുതൽ ജീവൻ ഒഴുകുന്നത്. ഹല്ലേലൂയ. ഈശോയ്ക്ക് വേണ്ടി മുറിയാൻ അൽഫോൻസാമ, ഇന്നലെ അൽഫോൻസാമയുടെ തിരുനാളായിരുന്നു അല്ലേ? എന്തായിരുന്നു അൽഫോൻസാമയുടെ തിരുനാളിന്റെ പ്രത്യേകത? എന്താ? ആ സഹനത്തിന്റെയാ. ഒരു കാരണവും കൂടാതെ, ഒരു തിന്മയും ചെയ്യാതെ ജീവിതകാലം മുഴുവനും മുറിഞ്ഞ് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മള് മറ്റുള്ളവരെ മുറിച്ച് ആശ്വസിക്കുക. അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞോ, എന്നാ ഞാൻ അവൾക്കിട്ട് 2 കൊടുത്തിട്ടേ ഉള്ളൂ, പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ട് അവര് കിട്ടിയില്ലേ, നന്നായി പോയി. അച്ഛൻ്റെ ജോലി പോയോ? നന്നായി പോയി, പോണം കേട്ടോ. അതൊക്കെ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. എന്നാ മൂപ്പീരായിരുന്നു, അഹങ്കാരമായിരുന്നു ഇല്ലേ? നമുക്ക് ചിലപ്പോഴൊക്കെ ചിലരുടെയൊക്കെ വീഴ്ചയിൽ സന്തോഷിക്കാൻ തോന്നും. എന്താ കാരണം? കർത്താവ് ആവശ്യപ്പെടുന്നത് പോലെ മുറിഞ്ഞ്, മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേറ്റ് പ്രിയപ്പെട്ടവരെ സൗഖ്യം കൊടുക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. മുറിഞ്ഞവന് മാത്രമേ സൗഖ്യം നൽകാൻ പറ്റുള്ളൂ. മുറിയാത്തവന് ഒരിക്കലും സൗഖ്യം കൊടുക്കാൻ പറ്റില്ല. മുറിവ് വരുമ്പോ കർത്താവ് എന്നെ സൗഖ്യം കൊടുക്കാനുള്ളവളായി മാറ്റുമെന്ന് തിരിച്ചറിയുക. എന്നെ ആരെങ്കിലും മുറിപ്പെടുത്തിയെങ്കിൽ അതിന്റെ കാരണം കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഹല്ലേലൂയ.
കർത്താവിന് എന്നെ കൊണ്ട് മുറിയപ്പെടുന്ന എന്നെ കൊണ്ട് കർത്താവിന് ഒരു ആവശ്യമുണ്ട്. സാത്താൻ വന്നിട്ട് പറയും, ഇത്രയും നീ പ്രാർത്ഥിച്ചിട്ടും നിന്നെ അവർ മുറിച്ചല്ലോ, നിന്നെ വേദനിപ്പിച്ചല്ലോ, നിന്നെ തള്ളിക്കളഞ്ഞല്ലോ, നീ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും കൂടെ നടന്നിട്ടും നിന്നെ പറ്റിച്ചല്ലോ, നിന്നെ വിശ്വസിച്ചില്ലല്ലോ, നിന്നെ സ്നേഹിച്ചില്ലല്ലോ, നിന്നെ അറിയിച്ചില്ലല്ലോ. ഇങ്ങനെ പരിഭവിക്കാനും പിറുപിറുക്കാനും വേണ്ടതൊക്കെ സാത്താൻ ഇട്ട് തന്നുകൊണ്ടിരിക്കും. തീവണ്ടി കണ്ടിട്ടുണ്ടോ? തീവണ്ടി എങ്ങനെയാ മുന്നോട്ട് പോകുന്നേ? തീവണ്ടി എങ്ങനെയാ മുന്നോട്ട് പോകുന്നേ? ഞാൻ പണ്ടത്തെ തീവണ്ടിയുടെ കാര്യം ഓർത്തെ. എങ്ങനെയാ പോകുന്നേ? കൽക്കരി ഇട്ടുകൊടുത്തോണ്ടിരിക്കും. ഈ എഞ്ചിൻ വിചാരിക്കും ഇപ്പൊ തീരും. തീയുടെ മേലെ വീണ്ടും കരി ഇട്ടുകൊണ്ടിരിക്കും. ചിലപ്പോ തമ്പുരാനും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മളെ എരിയിക്കാൻ, നമ്മളെ പൊള്ളിക്കാൻ, നമ്മളെ കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം കരി ഇട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില വ്യക്തികളൊക്കെ നിഷ്കരണം നമ്മളെ തിരിച്ചറിഞ്ഞില്ലെന്ന് വരും, മനസ്സിലാക്കിയില്ലെന്ന് വരും. കർത്താവ് അനുവദിച്ചതാണ്. കർത്താവ് അനുവദിച്ചിട്ടാണ്. ഹല്ലേലൂയ. കർത്താവ് അനുവദിച്ചതാണ് ഈ ദുഃഖവും വേദനയെല്ലാം, ഈ സങ്കടങ്ങളെല്ലാം. ദാവീദ് പറയുന്നുണ്ട്, ഇത് കർത്താവ് എന്നെ അനുവദിച്ചതാണ്, ഇത് ഞാൻ സ്വീകരിക്കണം. ഈശോ അത് തന്നെയാണ് പറഞ്ഞത്, എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രമാണ്, അത് ഞാൻ കുടിക്കണം. ഹല്ലേലൂയ. കൈപ്പുള്ളതായിരിക്കും. ചില ആൾക്കാർ ഇതിനെ നേരെ തിരിച്ചു പറയും, കർത്താവ് എനിക്കൊരു വേദന തന്നത് എന്റെ നന്മക്ക്. ഞാൻ അങ്ങനെയല്ല ഇനി പറയുന്നത്. എന്റെ നന്മയെക്കാൾ ഉപരി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം എനിക്കൊരു വേദന തരും. ഹല്ലേലൂയ. അങ്ങനെ കാണാൻ സാധിക്കും. എന്റെ വേദന മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റാൻ കൂടെയാണ് കുരിശ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം പറയാണ്, എന്റെ വേദന എന്റെ ഉപരി നന്മക്ക് വേണ്ടിയിട്ടായിരുന്നു. യെശയ്യാ പ്രവാചകനും ഇത് തന്നെ പറയുന്നുണ്ട്, എന്റെ വേദനകള്, എന്റെ കയ്പ് നിറഞ്ഞ ജീവിത അനുഭവങ്ങളെല്ലാം എന്റെ നന്മക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്റെ നന്മയേക്കാൾ ഉപരി ജോസഫ് പറയാനാണ് എനിക്കിഷ്ടം. നിങ്ങളല്ല എന്നെ ഈ വേദനയിലൂടെ, ഈ പരീക്ഷണ കാലഘട്ടത്തിലൂടെ തള്ളിവിട്ടത് ദൈവമാണ്. എന്നെ ദൈവം മുന്നേ അയച്ചതാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാതെ വരുന്നത്, മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നത്, അവരുടെ ചില പ്രവൃത്തികളെ നമുക്ക് നെഞ്ച് നീറ്റുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നീറിക്കൊണ്ടിരിക്കുന്നത്. അവരെന്നെ മുറിപ്പെടുത്തിയെങ്കിലും സാരമില്ല, അവരുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്, എന്റെ കുടുംബത്തിന്റെ ഭാവി നന്മക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ സഹനങ്ങൾ ഏറ്റെടുക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോയി, ഞാൻ OET എഴുതി, വീണ്ടും തൂക്കുന്നു. അപ്പൊ എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഇതെന്നാ ഞാനിങ്ങനെ OET എന്ന് പറയണം, തോറ്റ് OET എന്നുള്ളതേ, OETയും തോറ്റ് പോകുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വെച്ചാൽ എത്ര എഴുതിയാലും തോറ്റു പോകുന്നു. ഞാൻ ചോദിച്ചു, ഈശോയെ എന്തുകൊണ്ടാണ് OET എപ്പോഴും എഴുതുമ്പോൾ തോറ്റു പോകണമെന്നാണ്? ആ നൊമ്പരവും ആ വേദനയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ തോൽവികള്, നമ്മുടെ ബിസിനസ്സുകൾ പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. എത്ര ശ്രമിച്ചിട്ടും, നമ്മൾ എത്ര കരുതി കൂട്ടിയിട്ട്, ചിലർ എങ്ങനെയൊക്കെ കയ്യിൽ നിന്ന് ഒരു 10 കുത്തം പിടിച്ചു വെക്കാന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. ഈ പോക്കറ്റ് ഇട്ട് ഈ പോക്കറ്റിൽ കൂടെ എങ്ങനെയെങ്കിലും പോകും, ഇല്ലേ? അല്ലെ മെറീനാം വന്നടിച്ചുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഇത് പോകും. തമ്പുരാനെ ഇതെന്താ കാരണം? തമ്പുരാൻ പറയും, എന്റെ കുഞ്ഞെ, ശുദ്ധീകരണ സ്ഥലത്ത് നിന്റെ കുടുംബത്തിലും നിന്റെ അയൽക്കാരിലും നിന്റെ പ്രിയപ്പെട്ടവരിലുള്ള അനേക ആത്മാക്കൾ ഇതുപോലെ കിടക്കുക. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. നിന്റെ സഹനങ്ങളെ, ഇനി പ്രത്യേകിച്ച് സഹനമൊന്നും എടുക്കാൻ പോകണ്ട, നിനക്കിപ്പോ ഉള്ള സഹനങ്ങളെ അവർക്ക് വേണ്ടി ദിവ്യബലിയോട് ചേർത്ത് വെക്കുക. ഈശോ ദിവ്യബലി കൂദാശ സ്ഥാപിച്ചപ്പോ ഈശോ ചെയ്തൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു. ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, വലിയൊരു കാര്യം ചെയ്യുമ്പോൾ ചെറിയൊരു കാര്യം ഈശോ ചെയ്തു. എന്താണത്? ഈശോ ചെയ്ത ചെറിയ കാര്യം, ഈശോ എളിമപ്പെട്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ഓരോ ബലിയും അർത്ഥവത്താകണമെങ്കിൽ നമ്മൾ എളിമപ്പെടണം. നമ്മൾ ദിവ്യബലി അർപ്പിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, കുർബാന കൂടിയിട്ടുണ്ട്, ഇല്ലേ? നമ്മളാണോ ചെയ്തത്? അച്ഛനാണോ ചെയ്തത്? നിങ്ങളുടെ സഭയിൽ എങ്ങനെയാണ്? കുർബാന അർപ്പിക്കുന്ന അച്ഛനാണോ സഹോദരനാണോ?
കാലത്തൊക്കെ അടിക്കും കേട്ടോ. വെയിറ്റ് കൂടിപ്പോയി, ഇല്ലായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. ബലി അർപ്പിക്കുന്നത് ആരാ? ബലി അർപ്പിക്കുന്നേ? അതായി കുഴപ്പം. ഈ കഥ ഇങ്ങനെ ഇരുന്നോളൂ. ആരാ ബലി അർപ്പിക്കുന്നേ? നമ്മൾ തന്നെയാണ് കേട്ടോ, തെറ്റിപ്പോരുത്. ഈ ഹോട്ടലിലൊക്കെ പോയിരുന്ന് ഫുഡ് കഴിക്കാൻ പോകുമ്പോ ആരാ കഴിക്കുന്നേ? നമ്മളല്ലേ കഴിക്കുന്നേ. അച്ഛന്റെ ജോലി അത്രേ ഉള്ളൂ, വെയിറ്ററിന്റെ ജോലി വിളമ്പിത്തരിക. മനസ്സിലായോ? ബലി അർപ്പണത്തെ നമ്മളെ സഹായിക്കുന്നവനാണ് പുരോഹിതൻ. തിരിച്ചറിയണം നിങ്ങളത്. നമ്മുടെ ബലി അർപ്പണത്തെ സഹായിക്കുന്നവനാണ് പുരോഹിതൻ. അല്ല, പുരോഹിതനല്ല ബലി അർപ്പിക്കുന്നത്. നമ്മുടെ ബലി അർപ്പണത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന മീഡിയേറ്റർ ആണ് വൈദികൻ. മനസ്സിലായോ? ബലി അർപ്പകൻ ഞാൻ തന്നെയാണ്. പക്ഷേ ഞാൻ ഈ ലൊട്ടിലൊടുക്ക് വിദ്യയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ പൂർണ്ണമായ യോഗ്യതയിൽ എനിക്ക് അൽത്താരയിൽ നിന്ന് ആ ബലി അർപ്പിക്കാനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ട് ദൈവം ഒരു ഗ്രൂപ്പ് ആൾക്കാരെ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇവൻ കൊണ്ടുവരുന്നത് എന്റെ അൽത്താരയിലേക്ക് നീ ചേർത്ത് വെക്കാൻ. മനസ്സിലായോ? സ്വർഗസിംഹാസനത്തിലേക്ക് ചേർത്ത് വെക്കാൻ. അവര് പോലും നേരിട്ടല്ല, മാലാഖമാര് വഴിയാണ് അവര് സമർപ്പിക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടതൊക്കെ. വൈദികൻ നമുക്ക് വേണ്ടി നമ്മുടെ ബലിയെ അർപ്പണത്തെ, നമ്മുടെ ബലി വസ്തുക്കളെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തി മാത്രം കേട്ടോ. നമ്മൾ കുർബാന അച്ഛൻ അർപ്പിക്കുന്നത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയല്ല വന്ന്. അപ്പോ അവിടെ നിന്നുണ്ട് ഇല്ലേ, കുറിയാലേസോൻ ഓക്കെ പോരട്ടെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നത്. വേറെയൊക്കെ ഇല്ലേ, അവിടെ ഇടക്ക് തുണിയൊന്ന് മാറ്റി നോക്കി ആൾ അവിടെ തന്നെ ഉണ്ടോ. അച്ഛൻ ഇടക്ക് കുർബാന കൂതാശ. ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ അച്ഛന്മാരെ കളിയാക്കുമായിരുന്നു. അച്ഛൻ അന്ന് മറന്നു. ഇപ്പൊ കൊച്ചമ്മയോട് പറയണമല്ലോ, ഞങ്ങള് തിരുവല്ല പഠിച്ചേ. അപ്പോ കുറേ മണിക്കൂർ നിൽക്കണമല്ലോ. അപ്പോ അവിടെ കൊച്ചമ്മയോട് പറയാം, സാറാമേ ഇന്ന് കൊടി രണ്ടും വെവ്വേറെ കാൽവേറെ ഒരുക്കണം, പിന്നെ വപ്പാസും മറക്കല്ലേ. അപ്പൊ ഇവിടെ ബാറക്കുറിയാലേസും എന്ന് പറഞ്ഞു. അതായത് അച്ഛൻ പറയാൻ മറന്നു ഇന്ന് ഉച്ചക്ക് ഭക്ഷണത്തിന് കോഴി എന്താ ചെയ്യേണ്ടത്. അപ്പൊ അച്ഛന് ഇൻഡു കൊടുത്തതാ കൊച്ചമ്മയുടെ പേര് സാറാമേ. അപ്പൊ സാറാമേ കോഴി രണ്ടും വെവ്വേറെ, ഒന്ന് പൊരിക്കണം, മറ്റേത് വപ്പാസും. അപ്പൊ ഇവിടെ നിന്ന് നമ്മള് ജനം ബിനോയ് തങ്കപ്പൻ എന്താ പറയുന്നേ, അല്ലേ? അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാ പറയുന്നത്. ഞങ്ങളിങ്ങനെ ഒന്ന് കളിയൊക്കെ വരുന്നു. പിന്നെയാണ് ഇത് മനസ്സിലായത്, ഇത് ദിവ്യ ബലി എന്ന് പറയുന്നത്, പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അൽത്താരയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളാണ് ബലിയർപ്പിക്കുന്നത്. ഓരോ ക്രൈസ്തവനും പൗരോഹിത്യത്തിൽ പങ്കുണ്ട്. രാജകീയ പൗരോഹിത്യത്തിലാണ് നമുക്ക് പങ്ക്. അവിടെ നിൽക്കുന്ന വൈദികന് ശുശ്രൂഷ പൗരോഹിത്യമേ ഉള്ളൂ. ദൈവജനം തിരിച്ചറിയണം, ഇത് ആടിനാണോ വില അതോ ആട്ടിടേനാണോ വില? ആടിനാണോ വില അതോ ആട്ടിടേനാണോ വില? ആടിന് വിലയുള്ളത് കൊണ്ടാണ് ആട്ടിടയന്മാരെ രാജാവ് നിയമിച്ചിരിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ടവര് ആടാണ്, അല്ല ആട്ടിടയനല്ല. പൗരോഹിത്യം എന്ന് പറയുന്നത് സത്യമായിട്ട് നിങ്ങൾ തിരിച്ചറിയണം. നമ്മളവരെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായിട്ട് കാണുന്നു. കാരണം അവരുടെ ആ ശുശ്രൂഷ, പൗരോഹിത്യം എന്ന് പറയുന്നത് വളരെയധികം സ്വർഗീയമായ ഒരു കാര്യമാണ്. അതിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നത്. ഹല്ലേലൂയ. അവർക്കൊരു അധികാരമുണ്ട്. എന്താണ് ആ അധികാരം? അവർക്ക് നമ്മുടെ മേൽ അധികാരമുണ്ട്. എന്താ അധികാരം? എന്നാ അധികാരം? പറഞ്ഞു. എന്നാ അധികാരോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ പ്രബോധന ഗ്രന്ഥമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ അടുത്ത് കൂടുതൽ വർത്താനം പറയരുത് കേട്ടോ. അവരുടെ അധികാരം എന്താണെന്നറിയോ? ഒരു വലിയ അധികാരത്തെ കുറിച്ച് സഭ പഠിപ്പിക്കുന്ന പാപമോചന അധികാരം. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കും?
അധികാരമാണ് അവരുടെ. പിശാചുകളിൽ നിന്ന്, തിന്മയിൽ നിന്നെല്ലാം നമ്മളെ പരിരക്ഷിക്കാൻ അവർക്ക് ദൈവം ഒരു സ്വർഗീയ അധികാരം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഒന്നും കാണുന്നില്ല, നമ്മൾ ഇതിനെ ഒന്നും മനസ്സിലാകുന്നില്ല. ഈ അധികാരത്തെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. എന്റെ മേലെ അവർക്കൊരു അധികാരമുണ്ട്. എനിക്ക് ദിശ കാട്ടേണ്ടത്, എനിക്ക് വഴി കാട്ടേണ്ടത്, ഞാൻ കഴിക്കേണ്ടതും കഴിക്കേണ്ടാത്തതും എന്തെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടത് അവരുടെ അധികാരത്തിലുള്ളതാണ്. ഞാൻ എന്തൊക്കെ ചെയ്യണം, ചെയ്യരുത്, എന്തൊക്കെ എനിക്ക് അനുവദിച്ചിട്ടുണ്ട്, എന്തൊക്കെ എനിക്ക് അനുവദിച്ചിട്ടില്ല എന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നതും എന്നെ വിലക്കുന്നതും അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരമാണ്. മനസ്സിലാകണ്ടോ? അത് എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അത് എന്നെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ദിവസങ്ങളില് കല്ലറങ്ങാട്ട് പിതാവ് പാലായില് പിതാവ് പറഞ്ഞു, 4-5 മക്കളായി കഴിഞ്ഞാല് സഭ ഒപ്പമുണ്ട്, നിങ്ങളെ സഹായിക്കാം. ഉടനെ കുറച്ചു പേർക്കൊക്കെ ഇളക്കം തുടങ്ങി. അത് പിതാവ് എങ്ങനെ പറയുന്നേ? പിതാവിനുണ്ടെന്നേ അധികാരം. പിതാവിന് തന്റെ മക്കള് ചൂഷണം ചെയ്യപ്പെടുന്നതും തന്റെ മക്കളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നതിലും ഒക്കെ ദണ്ണം ഉണ്ടാകും. നമ്മൾ വെറുതെ അല്ല പിതാവേ പിതാവേ എന്ന് വിളിക്കുന്നത്. സ്വർഗീയ പിതാവിന്റെ ആ വലിയ കൃപാവരം പിതാവിൽ നമ്മൾ കാണുകയാണ്. ഇത് ഈശോ മിശിഹ അവർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോസ്തലികമായി സ്ഥായിയായിട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന അധികാരമാണത്. അതിൽ വിവേകത്തോടെ, വിവേചനത്തോടെ അവര് ചില കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മൾ ചുമ്മാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഒക്കെ കമന്റ് ഇട്ട് പോകരുത്. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഇതൊക്കെ പഠിക്കണം. എന്തുകൊണ്ടാ ചിലർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? കാരണം ഇത് ജീവന്റെ സുവിശേഷമാണ്. നിങ്ങൾക്കറിയാവോ, ലോകത്തിൽ ഇന്ന് വരെ ഒരു മതവും ജീവന് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഒരു ഭരണകൂടങ്ങളും ജീവന് വേണ്ടി നിലനിന്നിട്ടില്ല. കത്തോലിക്ക സഭക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളാണ് ജീവന്റെ സുവിശേഷത്തിന് വേണ്ടി, നമുക്കറിയാം, പ്രോ ലൈഫും അതുപോലുള്ള സഭ എന്നും ജീവനെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. സഭ എന്നും മരണ സംസ്കാരത്തിന് വിലങ്ങ് തടിയായിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ. നമ്മുടെ പിതാക്കന്മാര് പറയുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ തിരിച്ചറിയണം, വളരെയധികം ദീർഘവീക്ഷണത്തോടെയാണ് അവർ ചില കാര്യങ്ങൾ പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ചൈനയില് ഒരു കുട്ടിയിൽ അധികമായാലും ശിക്ഷ ഉണ്ടായിരുന്നു. ഇന്ന് അവര് പറയണ 3 വരെ ആയിക്കോ. കാരണം എന്താ? പണിയെടുക്കാൻ ആളില്ല, സമ്പാദിച്ചു കൂട്ടിയത് അനുഭവിക്കാൻ ആളില്ല. മരണ സംസ്കാരത്തിലേക്ക് വഴുതി വീണ ഒരു തലമുറ ഇന്ന് ഭ്രൂണം വരെ ഭക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് തരം താഴ്ന്ന ഒരു സംസ്കാരം അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലേക്കൊക്കെ അത് വരാൻ അധിക ദൂരമൊന്നുമില്ല. വെസ്റ്റേൺ കൺട്രീസില്, യൂറോപ്യൻ കൺട്രീസില്, അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം ഇന്ന് വീടുകളും കൊട്ടാരങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കുക. ആളില്ല താമസിക്കാൻ, ഉള്ളവരെ ശുശ്രൂഷിക്കാൻ ആളില്ല. ആരാണ് നമ്മളെ ഇതൊക്കെ പറഞ്ഞ് വശീകരിച്ചത്? പണം ഉണ്ടായാൽ എല്ലാമായെന്ന്. കോടിയും ലക്ഷങ്ങളും എല്ലാം മണിക്കൂറുകൾ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങള് വ്ളോഗർമാരായി നടക്കുക, യൂട്യൂബായിട്ട് മൊബൈലും കൊണ്ട് നടക്കുക. ഞാൻ പറഞ്ഞു ഓടിച്ചിട്ട് ചവിട്ടും എന്ന് പറഞ്ഞു. വെറുതെ ഇരുന്നാ മതി, പൈസ വരുമല്ലോ. എന്ത് കോപ്രായം കാണിച്ചാലും, നിങ്ങൾ കാണിക്കുന്ന എന്ത് കോപ്രായം കാണിച്ചാലും പണം കിട്ടുമല്ലോ. ഇനി അതിനൊക്കെ രസം എന്നാന്നറിയോ? ഇത് ആത്മീയ ശുശ്രൂഷകരും കൂടെ കേൾക്കാനാണ് ഞാൻ പറയുന്നത്. ആത്മീയ ശുശ്രൂഷകരും കൂടെ കേൾക്കണം. ചില ആത്മീയ ശുശ്രൂഷകരും ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ പിടിക്കുന്നുണ്ട്. പറഞ്ഞു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അപ്പോൾ 10 പേർക്കൊന്ന് ഷെയർ ചെയ്യണേ. ചെടുത്തി വെറുതെ ഇരിക്കുകയല്ലേ, നാളെ ഓഫല്ലേ, നാളെ ഒരു 100 പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം, പിന്നെ ഒരു 100 പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഇതൊന്ന് കാണിക്കണം. കാണിക്കുമ്പോഴോ അത് എനിക്ക് കുറച്ച് വരുമാനം ഉണ്ടാവും യൂട്യൂബിൽ നിന്നേ. അപ്പോൾ ലക്ഷങ്ങൾ ഇങ്ങനെ മാസം മാസം വരും. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതലും സുവിശേഷ വേല ചെയ്യാമല്ലോ. ക്രൈസ്ത ലോർഡ്. എന്തോ
അപ്പൊ കൂടുതൽ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനിടയിൽ കയറി വരണ പരസ്യം എന്നാണെന്ന് ഈ പറഞ്ഞ ആത്മീയ സഹോദരനോ ശുശ്രൂഷകനോ അല്ലെ അച്ഛന് തന്നെ അറിയാവോ? ഇതിന്റെ ഇടയിൽ കയറി വരുന്ന പരസ്യം എന്നാണ് അറിയാവോ? അറിയത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കോപ്രായം കാട്ടിയിട്ട് വരുന്നേ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു ഒരു പരസ്യം കയറി വന്നു. അതിൻ്റെ അകത്ത് കയറി വന്ന പരസ്യം എന്നാന്നറിയാവോ? കയറി വന്ന പരസ്യം, നിങ്ങൾ തനിച്ചാണോ? ഞാൻ പറഞ്ഞു, അയ്യോ ഇത് എങ്ങനെ മനസ്സിലായി? ഞാനിപ്പോ തനിച്ച ആരുമില്ല, ഒരു മനുഷ്യൻ എന്നെ തിരിഞ്ഞു നോക്കാനില്ല, ഇല്ലേ, ഞാൻ തനിച്ച. എങ്കിൽ നിങ്ങളുടെ പരിധിക്കുള്ളിലുള്ളവരോട് ചാറ്റ് ചെയ്യൂ, നിങ്ങൾക്കായി ഇതാ 100,000-ൽ പരം യുവതികൾ കാത്തിരിക്കുന്നു. ഒരു സുവിശേഷത്തിന്റെ ഇടയിൽ ഒരു മറ്റവന്റെ ഒരു സുവിശേഷവും കൂടെ. എന്ത് രസമല്ലേ ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ. നമുക്കിതൊക്കെ തമാശയായിട്ട് തോന്നും. ഇപ്പൊ നമ്മൾ തിരിച്ചറിയണം, പണത്തിന്റെ പുറകെ ഓടാൻ തുടങ്ങിയപ്പോൾ മുതൽ പണമാണ് എല്ലാം. പണം ഉണ്ടാകണം, പണം ഉണ്ടാക്കാൻ വേണ്ടി മക്കളെ പഠിപ്പിക്കണം, അവർ വലിയ നിലയിൽ എത്തിക്കണം, അവർക്ക് പണം ഉണ്ടാകണം, അതുകൊണ്ട് 2 എണ്ണം മതി 3 എണ്ണം മതി എന്നൊക്കെ ചിന്തിച്ച് മാതാപിതാക്കൾ പണത്തിന് വേണ്ടി മക്കളെ ജനിപ്പിക്കുമ്പോഴും ജനിപ്പിക്കാതിരിക്കുമ്പോഴും ശ്രദ്ധിച്ചോണം, നിങ്ങൾ ജനിപ്പിക്കുന്നത് മരണ സംസ്കാരമാണ്. 2 സംസ്കാരം, ഒന്ന് ജീവന്റെ സംസ്കാരവും രണ്ടാമത്തത് മരണത്തിന്റെ സംസ്കാരം. വചനം പറയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം. 1 തിമോത്തിയോസ് 6:10. ഞാനത് പലവട്ടം പറഞ്ഞത്, എഴുതി വെച്ചോ, ഇമ്പോസിഷൻ പോലെ. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം. പണത്തെ കഴിഞ്ഞ് പണം ഇല്ലാത്ത ഒരു പരിപാടിയില്ല, പ്രസ്ഥാനമില്ല. പണത്തിന് വേണ്ടി മക്കളെ പഠിപ്പിക്കുന്നത് നമ്മളൊന്ന് നമുക്കൊന്ന്, അല്ലെ നമ്മൾ 2 നമുക്ക് 2. കാരണം ഇതിൽ കൂടുതലായാൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇന്ന് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഞാൻ കാണുകയായിരുന്നു. അതില് ഒരു സ്ത്രീ വാദിക്കുകയാണ്, 5 കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ 5 വർഷം പോകുന്നു ജീവിതത്തിലെ. ഞാൻ എന്താ പ്രസവിക്കാനുള്ള മെഷീനാണോ എന്നാ ചോദിക്കുന്നത്. നമ്മൾ ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. ഞാനൊരു പുരുഷനായിരിക്കുന്നത് ദൈവം എന്നെ പുരുഷനായി സൃഷ്ടിച്ചു, നീ ഒരു സ്ത്രീയായിരിക്കുന്നത് ദൈവം നിന്നെ സ്ത്രീയായിട്ട് സൃഷ്ടിച്ചു, അമ്മയാകാൻ വേണ്ടി, ഇല്ലേ? ആ സ്ത്രീ കയറി ഇരുന്നിട്ട് ചോദിക്കുന്നത്, ഞാൻ എന്താ മെഷീനാണോ, പ്രസവിക്കാനുള്ള മെഷീനാണോ? ഇപ്പോ എനിക്ക് ജീവിക്കണ്ടേ, എനിക്ക് മറ്റു പ്രൊഫഷനിൽ പോകണ്ടേ, എനിക്ക് എന്റെ ജോലി നോക്കണ്ടേ, എനിക്ക് എന്റെ ഭാവി നോക്കണ്ടേ എന്നാ. ഈ അടുത്ത ദിവസങ്ങളിൽ സാറാസ് എന്നും പറഞ്ഞോണ്ട് ഒരു സിനിമ ഇറങ്ങി. ഞാനൊന്ന് കുറച്ച് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് സങ്കടം തോന്നി. അതിൽ അവസാനത്തെ ഒരു സീനുണ്ട്. 4 മക്കളുമായിട്ട് ഒരു അമ്മ വീട്ടിൽ വേദനയോടെ കഷ്ടപ്പാടോടുകൂടെ കഴിയുകയാണ്. ഈ സിനിമ അവസാനിപ്പിക്കുന്നത് കുഞ്ഞിനെ അബോർട്ട് ചെയ്ത സ്ത്രീ വലിയ സിനിമയൊക്കെ എടുത്ത് വലിയ സംഭവമായിട്ട് അവസാനിപ്പിച്ചു. അവിടെ വിജയിച്ചു ഡയറക്ടറായി. എന്നാൽ 4 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഈ സ്ത്രീ ഉറങ്ങാൻ പോലും പറ്റാതെ രാത്രിയില് ക്ഷീണിതയായിട്ട് കാണുന്നത്. എന്നാൽ ഇതിന്റെ മറുപുറം എന്താണ് നമ്മൾ ആരും ചിന്തിക്കുക? ഈ കുഞ്ഞിനെ തന്റെ ഉദരത്തിൽ വെച്ച് കൊന്ന ഈ സ്ത്രീ ലോകത്തിന്റെ മുമ്പിൽ വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന വിധി ദിവസത്തിൽ അവൾ എവിടെ ചെന്ന് അവസാനിക്കും? ഇത് വിശ്വാസിക്ക് മാത്രമുള്ള ചോദ്യമാണ്. നീ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പരിണത ഫലം എന്താണെന്ന് കൂടെ നീ ചിന്തിക്കണം. ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങുന്ന സിനിമകളെല്ലാം തന്നെ ഒരു നെഗറ്റിവിറ്റി, ഒരു തെറ്റായ പര്യവസാനം നൽകുന്ന ചിന്ത നൽകുന്ന ഒന്നാണ് എല്ലാ സിനിമകളും. ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾ എനിക്ക് അധികം സമയം കിട്ടി, ഞാനിത് കാണാൻ തുടങ്ങിയപ്പോൾ എൻ്റെ 1-2 പിള്ളേരോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് തെറ്റാണ്.
ഈ സംസ്കാരം തെറ്റാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റൊരു ചിന്ത ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. മറ്റൊരു തരത്തിലായിക്കൂടെ? ആകാൻ പറ്റില്ലല്ലോ. ആകാൻ പറ്റുമോ? മറ്റൊരു തരത്തിലേക്ക് എല്ലാം അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഉപ്പില്ല, ഉപ്പ് കഞ്ഞിക്ക് എന്താ ഇടുന്നേ? ഈ ഉപ്പിന് മധുരമായ എങ്ങനെ ഇരിക്കും? ഈ പഞ്ചസാരക്ക് ഉപ്പിന്റെ ചുവയായാലും എങ്ങനെ ഇരിക്കും? അതെന്താ നിങ്ങളൊന്നും പറയാത്തെ? ദൈവം ചിലതിനൊക്കെ ചില രസങ്ങൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ദൈവം പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ഇല്ലേ? നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. നിനക്ക് അന്ധകാരമാകാൻ പറ്റില്ല. നീ ഉപ്പാണെന്നാ പറഞ്ഞേ, മധുരം എന്നല്ല പറഞ്ഞേ. നീ ഉപ്പ് തന്നെ ആയിരിക്കണം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി, നമുക്ക് നൽകിയിരിക്കുന്ന ആ പ്രത്യേക അന്തസ്സുണ്ടല്ലോ, തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അതിൽ കവിഞ്ഞ് മറ്റൊരു രസം നമുക്കില്ല. മറ്റ് രസങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഈ അപകടം മറിഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ഈ പണമൊക്കെ. യൂദാസിന് വന്ന കുഴപ്പം എവിടെയാ കുഴപ്പം വന്നേ? അത് തന്നെ നമ്മുടെ കുഴപ്പം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ പണത്തിന് വേണ്ടി മുമ്പിൽ ജീവിച്ച ക്രിസ്തുവിനെ, അത്ഭുതങ്ങളും ചെയ്തവനെ, രോഗശാന്തി കൊടുത്തവനെ, പാപങ്ങൾ മോചിച്ചവനെ നിർദ്ദയം അവൻ ഒറ്റ കൊടുക്കാൻ പറ്റിയ എങ്കിൽ അതിനൊറ്റൊരു കാരണമേ ഉള്ളൂ, ധനത്തോടുള്ള ആസക്തി. ജീവന്റെ സുവിശേഷം ഇതൊന്നും അല്ല. ജീവന്റെ സുവിശേഷം മറ്റൊന്നാണ്. എന്താണ് അത്? മുറിയപ്പെടാനും നിലത്ത് വീണ് അഴിയപ്പെടാനും 100ഉം 60ഉം മേനി ഫലം കൊടുക്കാനുള്ളതാണ്. അല്ലാണ്ട് നീ വിചാരിക്കണ പോലെ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എപ്പോഴെങ്കിലും എന്തെങ്കിലും. ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഈശോയോട് ചോദിക്കും, ഈശോയെ തരണേ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി. കർത്താവേ, കുഞ്ഞുങ്ങളെ കൊടുക്കണം. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. മക്കളില്ലാത്ത ദമ്പതികൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ ജീവന്റെ സുവിശേഷം എല്ലായിടത്തും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുക. സമയമായി, എല്ലാത്തിൻ്റെയും സമയമായി. അതുകൊണ്ട് ഇനിയിപ്പോ അധിക കാലമൊന്നും ഈ വലിയ ഗീർവാണമൊന്നും പറഞ്ഞ് നടക്കുകയില്ല. ഏഷ്യാനെറ്റും സഹായിക്കാൻ പോകുന്നില്ല, മാതൃഭൂമി ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ടാകും. നമ്മളെല്ലാവരെയും വിശുദ്ധീകരിക്കുന്ന ഒരു സമയമായി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ദിവ്യബലി അർപ്പിക്കാൻ പോകുമ്പോൾ മനസ്സിലാക്കുക, ബലി അർപ്പിക്കുന്ന നമ്മളാണ്. ഈശോ ചെയ്ത അതേ കാര്യം നമ്മൾ ചെയ്യണം. എന്താണ്? കാല് കഴുകിയിട്ട് വേണം ബലി അർപ്പിക്കാൻ. ആരുടെ കാല്? കുറ്റവും കുറവുണ്ടെന്ന് നിനക്ക് തോന്നുന്നവരുടെ കാല് നീ കഴുകണം. മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. ഹല്ലേലൂയ. അങ്ങനെ മറ്റുള്ളവരുടെ കുറവുകളെ കഴുകി വെടുപ്പാക്കി വിശുദ്ധിയുള്ളവരായി നമുക്ക് മാറാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോമാലയുടെ 5-ാം ദിവസം നമുക്ക് അയച്ചു വെക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.